ഒരു സംഖ്യയുടെ വർഗ്ഗമൂലം എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന രീതിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമാക്കുന്നത്. ബോർഡിൽ എഴുതിയിരിക്കുന്ന ഈ സംഖ്യ നോക്കൂ. റൂട്ട് 12,544. ഈ സംഖ്യയുടെ വർഗ്ഗമൂലം കണ്ടുപിടിക്കണം. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഈ സംഖ്യയെ ഇങ്ങനെ എഴുതാം. 12,544 എന്ന സംഖ്യയെ നമുക്ക് ഇതുപോലെ സാധാരണ ഹരിക്കുന്നത് പോലെ ഇങ്ങനെ എഴുതിയതിനു ശേഷം ഇതിനെ 2 അക്കങ്ങൾ വരുന്ന ഗ്രൂപ്പുകളാക്കി തിരിക്കുക. അതായത് വലത് വശത്തുനിന്ന് തുടങ്ങി 2 അക്കം, 2 അക്കം വരുന്ന ഒരു ഗ്രൂപ്പ്, 5ഉം 2ഉം കൂടി ഒരു ഗ്രൂപ്പ്, പിന്നെ അവിടെ 1 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ 1നെ മാത്രമായിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ആക്കി തിരിക്കാം. അതിനുശേഷം ഇതിലത്തെ ആദ്യത്തെ ഗ്രൂപ്പിലെ ഏറ്റവും അടുത്ത് വരുന്ന പൂർണ്ണവർഗം കണ്ടെത്തുക. അതിനോട് തൊട്ടടുത്ത് വരുന്ന, അതിനോട് ചെറുതായിട്ട് വരുന്ന അല്ലെങ്കിൽ ചെറുതോ തുല്യമോ ആയ പൂർണ്ണവർഗം കണ്ടെത്തുക. അതായത് 1ന്റെ തൊട്ടടുത്ത് വരുന്ന പൂർണ്ണവർഗം 1 തന്നെയാണ് അല്ലെ. അപ്പൊ അതിന്റെ വർഗ്ഗമൂലം ഇവിടെയും എഴുതുക, ഇവിടെ എഴുതാം. നമുക്കറിയാം 1ന്റെ വർഗ്ഗമൂലം 1 ആണ് അല്ലെ. അപ്പൊ 1 ഇതിന്റെ വർഗ്ഗമായി കിട്ടുന്ന സംഖ്യയെ ഇവിടെ എഴുതുക. അതിന് തൊട്ട് താഴെ, അതായത് നമ്മള് ഹരണം ചെയ്യുന്നത് പോലെ എഴുതുക. ഓക്കെ. അതിനുശേഷം ഇതിനെ മൈനസ് ചെയ്യുക. 1 - 1 എന്ന് പറഞ്ഞാൽ 0. അടുത്ത ഗ്രൂപ്പ് താഴ്ത്തി എഴുതുക. അതായത് 25നെ താഴ്ത്തി എഴുതുക. ഓക്കെ. ഇനി ഈ എഴുതിയിരിക്കുന്ന സംഖ്യയുടെ ഇരട്ടി, അതായത് ഡബിള് ഇവിടെ എഴുതാം. 1ന്റെ ഇരട്ടി എത്രയാണ്? 2 എന്ന് എഴുതാം. ഇനി നമ്മള് 25 എന്ന് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇവിടെ സംഖ്യ ചേർക്കുകയാണ് വേണ്ടത്. ഇവിടെ എഴുതുന്ന സംഖ്യ തന്നെ ഇവിടെ എഴുതണം. അപ്പൊ ഇവിടെ എഴുതിയതിനു ശേഷം നമ്മൾ ഈ സംഖ്യ മുഴുവനായി ഗുണിച്ചിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ഇതിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയി വരുന്ന ഉത്തരം കിട്ടുന്ന രീതിയിലായിരിക്കണം സംഖ്യ എഴുതേണ്ടത്. അപ്പൊ നമ്മളിവിടെ 2 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താ വരുക? 2 ഗുണിക്കണം 2 44 എന്ന് വരും അല്ലെ. അതുകൊണ്ട് നമുക്കിവിടെ 1 ആണ് എഴുതേണ്ടത്. അവിടെ 1 എന്ന് എഴുതുമ്പോ ഇവിടെയും 1 എഴുതണം. അപ്പൊ 1നെ ഈ 21 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 1 ഗുണിക്കണം 21, 21 ആണ് അല്ലെ. അപ്പൊ ഇനി മൈനസ് ചെയ്താലോ? 5ന്ന് 1 കുറച്ചാൽ 4. ഇതിന് സാധാരണ നമ്മുടെ ഹരണക്രിയ പോലെ തന്നെ 4. അടുത്ത ഈ ഗ്രൂപ്പ് മൊത്തം അങ്ങ് താഴ്ത്തി എഴുതാം. 44 എന്ന് താഴ്ത്തി എഴുതാം. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ 11ന്റെ ഇരട്ടി എഴുതുക. അതായത് 22 എന്ന് എഴുതുക. ഓക്കെ. ഇനി നമ്മള് ഇവിടെ ഈ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ഇവിടെ എഴുതുന്ന സംഖ്യ തന്നെ ഇവിടെ എഴുതണം. അതിനുശേഷം ഇത് മൊത്തം ഗുണിച്ചിട്ട് വേണം ഇവിടെ എഴുതാന്. അപ്പൊ നമ്മൾക്ക് ഇവിടെ 2 ആണ് എഴുതാല്, 3 ആണെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നോക്കിയാൽ മനസ്സിലാവും. 3 എന്ന് എഴുതിയാൽ 3, 3, 9, 23, 6 അല്ലെ. അപ്പൊ 600 എന്ന് വരുന്നത് കൊണ്ട് നമുക്കിവിടെ അതിനേക്കാൾ ചെറിയ സംഖ്യ 2 ആണോ എന്ന് ഉറപ്പില്ല. എന്നാലും 2 ഗുണിക്കണം 222 ചെയ്യുമ്പോ 22 4, ഈ 2 ഗുണിക്കണം 2 4, 2 ഗുണിക്കണം 2 4 അല്ലെ. അതായത് 444 കുറക്കണം 444 കിട്ടിയില്ലേ. അപ്പൊ നമുക്ക് ഇവിടെ 0 കിട്ടി. അങ്ങനെ ഇവിടെ 0 കിട്ടിക്കഴിഞ്ഞാൽ ശിഷ്ടമൊന്നും ഇല്ല. അതായത് 12,544ന്റെ വർഗ്ഗമൂലം 112 എന്നാണ് അർത്ഥം. അതായത് റൂട്ട് 12,544 സമം 112 എന്ന് കിട്ടും. മനസ്സിലായല്ലോ. ഇതുപോലെ വേറൊരു ചോദ്യം കൂടെ നോക്കാം നമുക്ക്. ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. റൂട്ട് 50,625, അതായത് നേരത്തെ എഴുതിയതുപോലെ തന്നെ 50,625 എന്ന സംഖ്യ ഇതുപോലെ എഴുതിയതിനു ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൂപ്പാക്കി തിരിക്കുക. 25, 0, 6, 5 അല്ലെ. ഇനി 5 തൊട്ട് അടുത്ത് വരുന്ന പൂർണ്ണവർഗം ഏതാണ്? 4 അല്ലേ. 4 ആയതുകൊണ്ട് 4ന്റെ വർഗ്ഗമൂലം 2 ആണ്. ആ സംഖ്യ തന്നെ ഇതിന്റെ മുകളിലും എഴുതാം. ഓക്കെ. ഇവിടെ എഴുതാം. അത് ഏതാണോ സംഖ്യ അതിന്റെ വർഗ്ഗമൂലം എഴുതാം. 2, 2, 4 ആണ് നമുക്കറിയാം. അതിനുശേഷം 5ന്ന് 4 കുറച്ചാൽ 1 എഴുതുക. അടുത്ത ഗ്രൂപ്പ് താഴ്ത്തി എഴുതുക 0, 6. ഇനി ഈ സംഖ്യയുടെ ഇരട്ടിയായ 4 ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. ഇനി നമ്മൾ ഇവിടെ എഴുതുന്ന സംഖ്യ തന്നെ ഇവിടെ എഴുതണം. എഴുതിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യണം? ആ സംഖ്യ ഇവിടെ മുഴുവൻ ഗുണിച്ചിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. അപ്പൊ ഇതിനോട് തൊട്ടടുത്ത് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ സംഖ്യ എഴുതേണ്ടത്. അപ്പൊ നമുക്കറിയാം 3 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എത്ര വരിക? 3, 3, 9, 3, 4, 12 അല്ലെ. അപ്പൊ 129 ആകുമ്പോ 106-നേക്കാൾ കൂടുതലായി.
അതുകൊണ്ട് അതിനേക്കാൾ ചെറുതായിരിക്കണം. 2 വന്നാൽ ഓക്കെ ആവുമോ? 2 2 2 4 4 2 8 ആണ്. അപ്പൊ ഇതിനേക്കാൾ ചെറുതാണ് നമുക്ക് മനസ്സിലാവും. അപ്പൊ 2 എഴുതി കഴിഞ്ഞാല് 2 2 4 4 2 8 അല്ലെ. ഇനി ഇത് കുറച്ച് എന്താ വരിക? 6 4 കുറച്ചാല് 2, 10 8 കുറച്ചാല് 2, 22 ഇവിടെ കിട്ടി. ഇനി നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഓരോ ഗ്രൂപ്പ് താഴ്ത്തി എഴുതണം. 25നെ താഴ്ത്തി എഴുതുക. ഇങ്ങനെ എഴുതിയതിനു ശേഷം നേരത്തെ ചെയ്തതുപോലെ ഈ സംഖ്യയുടെ ഇരട്ടി ആയ 44 നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ എഴുതിയതിന്റെ ഇരട്ടി 44. ഇനി നമുക്കറിയാം ഇവിടെ ലാസ്റ്റ് 5 വന്നതുകൊണ്ട് ഇതൊരു പൂർണ്ണവർഗമാണ് എന്ന രീതിയിൽ നമുക്ക് ഇവിടെ 5 ആണോ എന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ 5 5 5 25, ബാക്കി 2 ഉണ്ട്. 5 4 20ന് 2, 5 4 20 22 അല്ലെ. അപ്പൊ നമുക്കിത് കുറച്ച് കഴിഞ്ഞാല് ശിഷ്ടം 0 എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ശിഷ്ടം 0 വരുമ്പോഴാണ് ഇതൊരു പൂർണ്ണവർഗമാണ് എന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പൊ ഇവിടെ മുകളിൽ കിട്ടുന്നതായിരിക്കും അതിന്റെ വർഗമൂലം. അതായത് റൂട്ട് 50,625ന്റെ വർഗമൂലം 225 ആണെന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ. ഇത് മറ്റേ സാധാരണ കടയക്രിയ ചെയ്തതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ് നമുക്കിതിന്റെ പിന്നെ പ്രോസസ്സ് റൂട്ട് ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ.